ലഘിമ. അഷ്ടസിദ്ധികളിൽ നാലാമത്തേതാണ് ഈ സിദ്ധി. ഇതിൽ ഗരിമയ്ക്ക് എതിർവശത്തുള്ള ലഘിമയിൽ ശരീരത്തിൻ്റെ ഭാരം ഏതാണ്ട് ഇല്ലാതാക്കാൻ കഴിയും. ഇതിൽ ശരീരം വായുവിനേക്കാൾ വേഗത്തിൽ പറന്നു പോകും വിധം കനം കുറഞ്ഞതായി തീരുന്നു. അടുത്ത സിദ്ധി പ്രാപ്തിയാണ്. ഈ സിദ്ധി നേടിയ ആൾക്ക് ഏത് സ്ഥലത്തും എപ്പോൾ വേണമെങ്കിലും പോകാം. ഇഷ്ടാനുസരണം അദൃശ്യനാകാം. പ്രാകാമ്യ എന്ന സിദ്ധിയിലൂടെ ബലത്തിൽ മറ്റൊരാളുടെ മനസ്സ് മനസ്സിലാക്കാം. മുന്നിലുള്ള ആൾ എന്താണ് ചിന്തിക്കുന്നത്, അയാൾക്ക് എന്താണ് വേണ്ടത്, എന്ത് ഉദ്ദേശത്തോടെയാണ് അയാൾ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത്, ഇതെല്ലാം പ്രാകാമ്യ എന്ന സിദ്ധിയിലൂടെ സാധ്യമാണ്. ഇഷിത്വ. ഈ നേട്ടത്തിലൂടെ ഒരാൾക്ക് ദൈവതുല്യമായ പദവി നേടാനാകും. ഈ നേട്ടം കൈവരിച്ച ആളെ ലോകം ആരാധിക്കുന്നു. വശിത്വ. ഈ സിദ്ധി അഷ്ടസിദ്ധികളിൽ എട്ടാമത്തേതാണ്. ഈ സിദ്ധിയിലൂടെ ആരെയും അദ്ദേഹത്തിൻ്റെ അടിമയാക്കാം. ഈ സിദ്ധി ഉള്ള ഒരാൾക്ക് ആരെയും കീഴ്പ്പെടുത്താൻ വളരെ എളുപ്പത്തിൽ കഴിയും. ഇനി 9 നിധികൾ, അതായത് നവനിധി എന്താണെന്ന് നോക്കാം. ഈ നവനിധികൾ പലപ്പോഴും സമ്പത്തിൻ്റെ ദേവനായ കുബേരനുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അവ കൈവശമുള്ളവർക്ക് ശക്തി